ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നല്ലൊരു കൽമാസിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. കുതിർത്ത വെച്ച അരിയിലേക്ക് ആവശ്യത്തിനുള്ള കല്ലുപ്പ്, അതുപോലെ തന്നെ തേങ്ങ, സവോള, പെരിഞ്ജീരകം എന്നിവ ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിവിടെ കുതിർത്ത് വെച്ചിരിക്കുന്നത് 1 കപ്പ് പൊന്നിയരിയും അതുപോലെ തന്നെ 1/2 കപ്പ് പച്ചരിയാണ് കേട്ടോ. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കുതിർത്ത് വെക്കാം. പിന്നെ തേങ്ങ എടുത്തിരിക്കുന്നത് അരമുറിയാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു സവോളയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഇതുപോലെ തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. നല്ല നൈസായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ അരിയോ റൊട്ടിയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കൈകൊണ്ട് നന്നായിട്ട് ഇതുപോലെ കുഴച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഒരു അരിപ്പൊടി നന്നായിട്ട് വെള്ളം അബ്സോർവ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം. ആവശ്യമാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി, ഇത് കട്ടിയാവുകയാണെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ലൂസാവുകയാണെങ്കിൽ ഇതുപോലെ അരിപ്പൊടി വീണ്ടും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് ഇത് കുഴച്ചെടുത്തെടുക്കാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മലബാർ സ്നാക്കാണ്. പിന്നെ ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും എല്ലാം കഴിക്കാം. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും സ്നാക്സ് ബോക്സിലും ഒക്കെ കൊടുക്കാൻ പറ്റിയൊരു ഐറ്റം കൂടിയാണ് ഈ ഒരു കൽമാസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫില്ലിങ് നമ്മൾക്ക് ചിക്കൻ വെച്ചിട്ടോ അല്ലെങ്കിൽ കല്ലുമ്മക്കായ വെച്ചിട്ടോ അല്ലെങ്കിൽ കൊഞ്ചനോ എന്ത് വേണമെങ്കിലും, ബീഫോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാനിവിടെ ചെമ്മീൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് അരി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഇത്തിരി ഗരം മസാലയും കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് വെച്ചതിന് ശേഷം ഇത് നമുക്കൊരു ഫ്രൈയിങ് പാനിൽ ഇത്തിരി വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. ശേഷം നന്നായിട്ടിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിന് വേണ്ട മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സവോള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു ഗ്രേറ്ററിലിട്ടിട്ട് ഇതുപോലെ ചോപ്പറിലിട്ട് ഇതുപോലെ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. 2-3 പച്ചമുളക്, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുക്കാം. ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് ഞാൻ ചോപ്പ് ചെയ്തത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനും കൂടെ ഇതുപോലെ തന്നെ ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഇനി നമ്മൾ നേരത്തെ ചെമ്മീൻ ഫ്രൈ ചെയ്ത ആ ഒരു പാനിൽ തന്നെ ഇത്തിരി കൂടെ വെളിച്ചെണ്ണയോ ഓയിലോ എന്താണ് നമ്മൾ ആദ്യം യൂസ് ചെയ്തത് അതെടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഉള്ളിയിട്ട് വഴറ്റി കൊടുക്കാം. ശേഷം നമ്മൾ പിന്നെ ചോപ്പ് ചെയ്ത ചെമ്മീനും കൂടെ ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ് ഇതേപോലെ നമുക്ക് റെഡിയാക്കി വെക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ തേങ്ങ ചമ്മന്തി അതും കൂടി ചേർത്തിട്ട് അങ്ങനെയും ഒരു ഫില്ലിങ് ഉണ്ടാക്കുക കേട്ടോ. ഞാനിപ്പം ഈ ഒരു ഉള്ളി കൊണ്ടുള്ള ഫില്ലിങ് മാത്രമാണ് ഉണ്ടാക്കിയത്. ഇതും നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് ഫില്ലിങ്ങിൽ മാറ്റമൊക്കെ വരുത്താൻ പറ്റും. ഇതാ അരി നമ്മളിനി കയ്യിലൽപ്പം എണ്ണ തൂവിക്കൊണ്ട് അരി എടുത്തിട്ട് ഇതുപോലെ ഉരുളകളാക്കിയതിന് ശേഷം പരത്തി കൊടുക്കാം. കൈ കൊണ്ട് നന്നായിട്ട് പരത്തി കൊടുത്തിട്ട് ഇതിൻ്റെ മിഡിലായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ടീസ്പൂണോ എത്രയാണോ പിന്നെ നമ്മുടെ കൽമാസിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് നമുക്കിതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ടിത് ആ ഒരു ഉന്നക്കായുടെ ഷേപ്പില്ലേ, ആ ഷേപ്പിലാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്. കൽമാസിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണല്ലോ അല്ലേ. അപ്പോൾ ഇത് വലിയത് വേണമെങ്കിൽ വലുതാക്കാം. ഇനി ചെറുത് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഉന്നക്കായൊക്കെ ഉണ്ടാക്കുന്ന പോലെ വലുതാകുമ്പോൾ വേഗം പണി തീരും. വേഗം ഉരുട്ടിയെടുത്തിട്ട് പണി തീരും. ചെറുതാകുമ്പോൾ കുറേ സമയം എടുക്കും. പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ടാവും ചെറുതാകുമ്പോൾ. വലുതാകുമ്പോൾ കാണാൻ നമുക്കത്ര ഒരു സുഖം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇതെല്ലാം ഞാനിതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കൈകൊണ്ട്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്, ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ഈ ഒരു മാവ് പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണം. പിന്നെ നല്ല തിക്കായിട്ടുള്ള മാവ് വേണ്ട. അപ്പോൾ മാവാണ് കൂടുതലുണ്ടാവുക. ഫില്ലിങ് കൂടുതലും മാവ് നൈസായിട്ടുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കഴിക്കുമ്പോൾ തന്നെ ആ ഒരു മസാല കടിക്കുന്ന രൂപത്തിലാകുമ്പോൾ. അല്ലെങ്കിൽ മാവായിരിക്കും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത്, മാവായിരിക്കും. ഇനി ഇത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള മസാല റെഡിയാക്കാം. ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ വെള്ളം നമ്മൾ തിക്നെസ്സിനനുസരിച്ചിട്ട് നോക്കി ചേർത്ത് കൊടുക്കാം. വെള്ളം ഞാൻ മുളക് പൊടി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നിങ്ങളുടെ എരിവിനും ആ ഒരു മസാല എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടമാണോ അതിനനുസരിച്ചിട്ടൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക കേട്ടോ. അങ്ങനെ ഞാനിത് ഈ ഒരു മസാലയും കൂടി ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഒരു ബാറ്ററും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് ഓയിൽ പാനിൽ ഇതുപോലെ ഒഴിച്ചിട്ട്, ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. വെളിച്ചെണ്ണയേക്കാൾ കുറച്ചും കൂടി ടേസ്റ്റ് വെജിറ്റബിൾ ഓയിലാണ്. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തത്. ഇതിലിട്ടിട്ട് നമുക്കിതുപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം.
ഡീപ്പ് ഫ്രൈ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം, പക്ഷെ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവാൻ ഇങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതിലേക്ക് കറിവേപ്പില വേണമെങ്കിൽ ഇട്ട് കൊടുക്കാൻ, ഞാനും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇതാ ഇത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പം പുറത്ത് നല്ല മഴയാണല്ലോ അല്ലേ, ഈ സമയത്ത് നല്ല കട്ടൻ ചായയോ അല്ല നല്ല അടിപൊളി പാൽ ചായയോ കൂട്ടി ഈ ഒരു കൽമാസ് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. എസ്പെഷ്യലി ഹോംലി ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു സുഖമാണ് കഴിക്കുമ്പോൾ. പുറത്തുനിന്ന് കഴിക്കുന്നതിനേക്കാൾ നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണല്ലോ ഈ ഒരു സമയത്ത്. അപ്പോൾ ഇതാ ഫ്രൈ ആയി വന്നാൽ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. അസ്സാം വലൈക്കും. അപ്പോൾ അടുത്ത ബാച്ചും കൂടെ ഞാനിത് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ, എടുത്തിട്ടുണ്ട്. താങ്ക് യു.